ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2026 ഫൈനാൻഷ്യൽ ഇയറിലെ അവസാന ക്വാർട്ടറായിട്ടുള്ള Q4 ഇതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അടുത്ത ആഴ്ച മുതൽ കാണാൻ കഴിയും. സാധാരണ ഇതിൽ TCSൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടിയാണ് അവർ റിസൾട്ട് സീസൺ ആരംഭിക്കുന്നത്. അപ്പോൾ പൊതുവെ മാർക്കറ്റ് എങ്ങനെയാണ് ഈ റിസൾട്ടിനെ പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പൊതുവെയുള്ള ഒരു ട്രെൻഡ് കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയാൻ പറ്റുന്ന, അതായത് വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായിട്ട് കണ്ടുവരുന്ന ആ ഒരു മിതമായ വളർച്ച അത് തന്നെ ആയിരിക്കും ഇത്തവണയും തുടരുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഗ്ലോബൽ മാർക്കറ്റ് ഡിമാൻഡ് കുറയുന്നത് നമ്മുടെ എക്സ്പോർട്ടിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കൺസംഷൻ അത് ശക്തമായി തുടരുന്നത് കൊണ്ട് നമ്മുടെ കമ്പനികളുടെ മൊത്തം വരുമാനത്തെ അത് താങ്ങി നിർത്തുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ ക്രൂഡ് ഓയിൽ വിലയിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതുകൂടാതെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ഇത് പല കമ്പനികളുടെയും ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ നേരിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ചെലവ് ചുരുക്കലും അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൂടുതൽ കാര്യക്ഷമമായിട്ട് കമ്പനിയുടെ ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ മൊത്തത്തിലെ ലാഭം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയും വേറൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾ അവരുടെ പുതിയ പ്രൊജക്റ്റുകൾക്കായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം പല കമ്പനികളുടെയും ബാലൻസ് ഷീറ്റിലും അതിൻ്റെ ഓർഡർ ബുക്കിലും ഈ ഒരു ക്വാർട്ടറിൽ ദൃശ്യമാകാനുള്ള സാധ്യതയാണ് പൊതുവെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്വാർട്ടറിൽ വരാൻ പോകുന്ന കമ്പനികളുടെ കണക്കുകളേക്കാൾ അപ്പുറം ഭാവിയിലേക്കുള്ള ഗൈഡൻസ്, മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം 2027 സാമ്പത്തിക വർഷത്തിൽ കമ്പനികൾ എത്രത്തോളം വളർച്ച പ്രതീക്ഷിക്കുന്നു എന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കാണിച്ചിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായ GDPയുടെ ആ ഒരു വളർച്ച, അതായത് 7.6% ആ ഒരു വളർച്ച, അത് കോർപ്പറേറ്റുകളുടെ വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കേണ്ടതാണ്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ വന്നിട്ടുള്ള അൺസർട്ടനിറ്റി അത് പൊതുവെ പ്രതീക്ഷകളെ നേരിയ തോതിൽ കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വമ്പിച്ച ഒരു കുതിപ്പ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ സ്ഥിരതയായ ഒരു വളർച്ച, അതാണ് പൊതുവെ മാർക്കറ്റ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. ഇവിടെ പല ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കറേജ് റിസർച്ച് ഫേമുകളും ഈ വരാൻ പോകുന്ന ക്വാർട്ടറുകളെ കുറിച്ചുള്ള ചില നിഗമനങ്ങൾ പുറത്തുവിട്ടതായിട്ട് കാണാം. ഇപ്പോൾ മോട്ടിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ്, HDFC സെക്യൂരിറ്റീസ്, ആക്സിസ് സെക്യൂരിറ്റീസ്, ഷെയർഖാൻ BNP പാരിബ പോലെയുള്ള ബ്രോക്കറേജ് റിസർച്ചുകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറുകളുടെ ആ ഒരു ക്രെഡിറ്റ് ഗ്രോത്തും അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ചുമുള്ള ഒരു വിശദമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ക്രെഡിറ്റ് ഗ്രോത്ത് ഏകദേശം 13.8% വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഇൻട്രസ്റ്റ് മാർജിൻ അവിടെ നേരിയ ഒരു സമ്മർദ്ദം ഉണ്ടാകാമെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 7% മുതൽ 12% വരെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇപ്പോൾ പ്രമുഖ ലീഡിംഗ് ബാങ്കുകളായിട്ടുള്ള ഇപ്പോൾ HDFC ബാങ്ക് അവരുടെ ആ ഒരു HDFCയുമായിട്ടുള്ള മേർജറിന് ശേഷം ഇപ്പോൾ വലിയ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലോൺ ഗ്രോത്ത് 12% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ICICI ബാങ്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് 40% ഒരു പ്രോഫിറ്റ് CAGR നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ഇത്തവണയും ഈ ബാങ്ക് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് അവരുടെ Q4 13.6% ആയിട്ട് ബിസിനസ് വളർച്ച രേഖപ്പെടുത്തിയതായിട്ട് അതിൻ്റെ പ്രൊഫഷണൽ റിപ്പോർട്ടുകളിലും നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു സെഗ്മെൻറ്റ് വലിയ വളർച്ച സാധ്യത കാണിക്കുന്നത് ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിസിനസ്സാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഇ-കോമേഴ്സ് മേഖലയിലുള്ള സൊമാറ്റോ, സ്വിഗ്ഗി, നൈക്ക പോലെയുള്ള ഇവരുടെ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ, പ്രത്യേകിച്ച് ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാസ്മാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ കുതിപ്പിനെക്കുറിച്ചും റിപ്പോർട്ടുകളിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചത് കാണും. അപ്പോൾ ഈ ക്വാർട്ടറിൽ ഈ ഡിജിറ്റൽ ഇ-കൊമേഴ്സ് മേഖലയിലുള്ള സ്റ്റോക്കുകളിൽ നല്ല സെയിൽസ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എറ്റേണൽ ലിമിറ്റഡ് അവരുടെ ബ്ലിങ്കിറ്റിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു മികച്ച വരുമാന വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത് 98.7% ഇയർ ഓൺ ഇയർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറിയിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുമെന്ന്, അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് പ്രത്യേകിച്ച് ഫുഡ് ഡെലിവറി ഗവേണൻസിൽ 21% വരുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അതുപോലെ നൈക്ക അവരുടെ ആ ഒരു ബ്യൂട്ടി ഫാഷൻ മേഖലയിലെ ഡിമാൻഡ് വർദ്ധിച്ചത് കാരണം അവരുടെ സെയിൽസ് ഗ്രോത്ത് 26% വെച്ച് വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഡിജിറ്റൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ IT സെഗ്മെൻറ്റിൽ ആ രീതിയിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. IT മേഖലയിലെ വലിയ കമ്പനികളേക്കാൾ മിഡ് ക്യാപ് കമ്പനികളായിരിക്കും നല്ല വളർച്ചാ സാധ്യത കാണിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, കോഫോർജ്, LTI Mindtree ഇവരുടെ ആ ഒരു വരുമാനത്തിൽ ടോപ്പ് ലൈനിൽ വലിയ വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ TCS, ഇൻഫോസിസ് പോലെയുള്ള കമ്പനികളിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വരുമാനം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലുള്ള ഭാരതി എയർടെൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടായിട്ടുള്ള എണ്ണത്തിലുള്ള ഒരു വർധനവ് അവരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ മെച്ചപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. അവരുടെ റവന്യൂ ഗ്രോത്ത് 3% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതേപോലെ എക്സ്ചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓഹരികളിലും നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ BSE അതേപോലെ തന്നെ CAMS അത്തരത്തിലുള്ള എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല ട്രേഡിംഗ് വോളിയം വർദ്ധിക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ചില പ്രധാനപ്പെട്ട മാർക്കറ്റ് ലീഡിംഗ് കമ്പനികളായിട്ടുള്ള ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ പുതിയ എനർജി ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു നല്ല റിസൾട്ട് പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ മാരുതി സുസുക്കി പോലെയുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിലും നല്ല ഒരു റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട കമ്പനിയായിട്ട് ഡിക്സൺ ടെക്നോളജി അവരുടെ വലിയ തോതിൽ ഓർഡർ ബുക്ക് അവരുടെ നല്ല റിസൾട്ട് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ GST നിരക്കുകളിൽ വന്ന മാറ്റങ്ങളും അതുപോലെ റൂറൽ മേഖലയിൽ വന്ന ഉണർവുകളും ഒക്കെ കാരണം ഈ കൺസംഷൻ മേഖലയിലുള്ള പല കമ്പനികളുടെയും പ്രത്യേകിച്ച് FMCG കമ്പനികളുടെയൊക്കെ സെയിൽസിൽ ഒരു വളർച്ച പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ Q4 റിസൾട്ടുകൾ പ്രതീക്ഷയിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം Q3 റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് കൂടി നോക്കുന്നത് നന്നായിരിക്കും. അതുമായിട്ടാണ് നമ്മളിന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്രോത്ത് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ Q3 അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ആ ഒരു ക്വാർട്ടർ അവിടെ ശരാശരി വളർച്ച ഇയർ ഓൺ ഇയറിൽ 10.6% വളർച്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൺസംഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു വളർച്ച അവിടെ ഉണ്ടായത്. അതേപോലെ തന്നെ പ്രോഫിറ്റിൽ 14% മുതൽ 15% ഒരു വളർച്ച ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഈ മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച മുന്നേറ്റമാണ് മൊത്തം ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിച്ചത്. അതുപോലെ ഓവറോൾ ആവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 16.1% ആയിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും എക്സ്പെൻസ് കൺട്രോൾ ചെയ്തതുകൊണ്ട് മാർജിനിൽ ഒരു 0.73% വർധനവ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നു. ലാർജ് ക്യാപ് സ്റ്റോക്കുകളേക്കാൾ വേഗത്തിൽ വളർന്നത് സ്മോൾ ക്യാപ് കമ്പനികളായിരുന്നു. അവിടെ 22% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ IT മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ കാരണം വൺ ടൈം ചാർജ് നൽകേണ്ടി വന്നതുകൊണ്ട് അവരുടെ വരുമാനത്തിൽ ഇടിവുണ്ടായിരുന്നു. എന്നാൽ ബാങ്കിങ് മേഖല നല്ല പ്രകടനമായിരുന്നു ലാസ്റ്റ് ക്വാർട്ടറിൽ കാഴ്ചവെച്ചത്. അപ്പോൾ ഏതായാലും വരാൻ പോകുന്ന ഈ Q4 റിസൾട്ട് ഇതിൽ മെച്ചപ്പെടുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അവിടെ പ്രോഫിറ്റ് ഏകദേശം 14% മുതൽ 16% വരെ വളർച്ച നേടുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്രോക്കറേജ് റിപ്പോർട്ടുകളെല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വഴികാട്ടി മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള Q4 റിസൾട്ടുകൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. ഇതൊക്കെയാണ് Q4 റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.